നമസ്കാരം. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി കാട്ടിൽ ടെന്റ് കെട്ടി താമസം. നമ്മുടെ കുട്ടികൾ പോകുന്നത് എങ്ങോട്ടാ? ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിൽ നടന്ന ഈ സംഭവം ഒരു കുടുംബത്തിൻ്റെ മാത്രം ആശങ്കയല്ല, ഇന്നത്തെ സമൂഹം മുഴുവൻ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു മുന്നറിയിപ്പാണ്. സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ 15 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ ക്ലാസ്സിലെത്തിയില്ല. വീട്ടുകാർക്കും അധ്യാപകർക്കും ആശങ്ക. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത് ഈ വിദ്യാർത്ഥിനിയുടെ യൂണിഫോം. അതോടെ ആശങ്ക ഇരട്ടിയായി. അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ അതേ സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികളായ 2 ആൺകുട്ടികളെ കാണാതായതായി എന്ന് വ്യക്തമായി. 3 പേരും ചേർന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്ത, പ്ലാൻ ചെയ്ത ഒരു ഒളിച്ചോട്ടമായിരുന്നു ഇത്. യാത്രയ്ക്കായി ഒരു വിദ്യാർത്ഥിയുടെ ഏകദേശം 18,000 രൂപ വില വരുന്ന സ്മാർട്ട് ഫോൺ 10,000 രൂപയ്ക്ക് വിറ്റു. പോലീസ് സൈബർ അന്വേഷണം ഒഴിവാക്കാൻ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തു. കാട്ടിൽ താമസിക്കാൻ ടാർപ്പായ, അരി, ബ്രെഡ്, പാചകത്തിനായി പാത്രങ്ങൾ, കത്തി തുടങ്ങിയ സാധനങ്ങൾ വേറെ കരുതിയിരുന്നു. ഇതൊന്നും നിമിഷ നേരത്തെ തീരുമാനങ്ങളല്ല, കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. സ്കൂളിന് സമീപം 3 കുട്ടികളെയും ഒരുമിച്ച് കണ്ട റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി, അയാൾ പകർത്തിയ ഒരു ചിത്രം അന്വേഷണത്തിന് വഴിത്തിരിവാകും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇവർ വയനാട്ടിലേക്ക് പോയതായി കണ്ടെത്തി. അവസാനം വയനാട്ടിലെ ചിത്രഗിരി മേഖലയിലെ മലഞ്ചെരുവിൽ ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്നു. ആ കുട്ടികളെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. പോലീസ് എത്തിയെന്ന് മനസ്സിലാക്കിയ 2 പേർ സ്കൂട്ടറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി. പിന്നീട് ആവശ്യമായ നടപടികളെല്ലാം പൂർത്തിയാക്കി പോലീസ് കുട്ടികളെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. അത് വേറെ കാര്യം. ഇവിടെ അവസാനിക്കുന്നത് ഒരു വാർത്ത, സാധാരണ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് ഇത്. പക്ഷേ ഇത് തുടങ്ങുന്നത് വലിയൊരു ചർച്ചയാണ്. അടുത്തിടെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉത്തരേന്ത്യയിലേക്ക് പോയി കഞ്ചാവ് വാങ്ങിയെന്ന വാർത്ത, അത് കേരളത്തെ ഞെട്ടിച്ചിരുന്നു. അതിൻ്റെ ഞെട്ടല് അവസാനിക്കുന്നതിന് മുൻപാണ് ഈ സംഭവം അരങ്ങേറിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിനിമയെ വെല്ലുന്ന രീതിയിൽ ഒളിച്ചോട്ടം ആസൂത്രണം ചെയ്യുന്നു. മാതാപിതാക്കൾ അറിയാതെ യാത്ര, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, പണം കണ്ടെത്താൻ ഫോൺ വിൽക്കുന്നു, കാട്ടിൽ താമസിക്കാൻ സാധനങ്ങൾ ശേഖരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഇന്നത്തെ കുട്ടികളുടെ ധൈര്യം മാത്രമല്ല, അവരുടെ ചിന്താരീതിയിലും ജീവിത സമീപനത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഉള്ളതാണ്. അതല്ലേ യാഥാർത്ഥ്യം? കുട്ടികൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഇന്ന് ഒരു മൊബൈൽ ഫോണിലൂടെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുമാകാം. എന്നാൽ അതിനൊപ്പം ശരിയായ മാർഗനിർദ്ദേശവും മാതാപിതാക്കളുടെ ശ്രദ്ധയും വീട്ടിൽ തുറന്ന ആശയവിനിമയം ഇല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങളിലേക്ക് അവർ വഴിമാറാനുള്ള സാധ്യതയും വർദ്ധിച്ചു വരുന്നു. നമ്മുടെ കുട്ടികൾ ശരിക്കും വഴിതെറ്റുകയാണോ? അല്ലെങ്കിൽ നാം അവരെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയാണോ? സ്കൂളുകളും മാതാപിതാക്കളും സമൂഹവും ചേർന്ന് കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിങ്ങും മാനസിക പിന്തുണയും നൽകേണ്ട സമയം അതിക്രമിച്ചില്ലേ? കുട്ടികളുടെ കാര്യത്തിൽ സ്കൂളുകൾക്ക് ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമില്ലേ? മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ കുട്ടികൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തണ്ടേ? അതാവശ്യമല്ലേ? അതിൻ്റെ സമയം അതിക്രമിച്ചില്ലേ? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരെ വീടുകളിൽ ശ്രദ്ധിക്കുക, അവരെ കേൾക്കുക, ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമാണ്.